You're listening to Star Jam on Club FM 94.3. വിണ്ണിലെ നക്ഷത്രങ്ങൾ മണ്ണിലേക്ക് ഇറങ്ങുന്ന നേരം. നമസ്കാരം, വെൽക്കം. കേരളത്തിൻ്റെ നമ്പർ 1 FM ക്ലബ് FM-ൽ ഇത് സ്റ്റാർസിൻ്റെ നേരം, സ്റ്റാർ ജാമിൻ്റെ നേരം. എൻ്റെ കൂടെയുള്ള നക്ഷത്രത്തെ ഞാൻ പരിചയപ്പെടുത്താൻ പോവാണ്. സുന്ദരൻ, സുശീലൻ, സൽഗുണ സമ്പന്നൻ, എല്ലാത്തിലുപരി ഏക്കർ കണക്കിന് സബർജില തോട്ടത്തിൻ്റെ ഉടമ. ഇതൊന്നും കൂടാതെ ശബ്ദമാതിരിയിൽ ഗാനഗന്ധർവൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന പേരിൽ തന്നെ ഒരുപാട് വിനയമുള്ള സിമ്പിളായ പവർഫുള്ളായ വിനയ് ഫോർട്ട്. പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല, വിനയ് എന്നെ കാര്യമായിട്ട് നോക്കുന്നുണ്ട്. ഞാൻ ഇപ്പോഴേ പോകണോ എന്നുള്ളൊരു ഭാവമൊക്കെ ഞാൻ മുഖത്ത് കാണുന്നുണ്ട്. പക്ഷേ വിനയ് എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ എനിക്കറിയാം എൻ്റെ കൂടെ ഇരിക്കും ഈ 3 മണിക്കൂറിനും. വെൽക്കം ടു സ്റ്റാർ ജാം വിനയ്. വിനയ്ക്ക് എന്തെങ്കിലും കമന്റ് പറയാനുള്ള? ഒന്നുമില്ല, എനിക്ക് തോന്നുന്നു ലൈഫിൽ ഒരുപാട് ഇന്റർവ്യൂസ് കൊടുക്കാൻ ഉള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇത്ര നല്ലൊരു ഇൻട്രൊഡക്ഷൻ ജീവിതത്തിൽ ഒരാളും തന്നിട്ടില്ല. ഒരാളും എന്നെ സുന്ദരനെന്നും സുശീലനെന്നും ഒരിക്കലും വിളിച്ചിട്ടില്ല. കഴിഞ്ഞിട്ടില്ല, ഇത് വെറും തുടക്കാണ്. വിനയ് ഒരുപാടുണ്ട്. 3 മണിക്കൂർ വിനയ്ക്ക് വേണ്ടിയിട്ടുള്ള വിശേഷണങ്ങൾ മാത്രമാണ് എന്റെ കയ്യിലിരിക്കുന്നത്. വിനയ് ജാവ സിമ്പിൾ ആണ്, പക്ഷെ പവർഫുൾ ആണ്. വിനയ് എന്താണ്? ഞാൻ സിമ്പിൾ ആണോ പവർഫുൾ ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, അത് നിങ്ങളാ പറയണ്ടേ. അങ്ങനെ പറയരുത് വിനയ്, പവർഫുൾ എന്ന് പറയണം. അതല്ലേ സ്റ്റാർ ജാമിൽ ഇങ്ങനെ കൂടെ വന്നിരിക്കാനുള്ള ഒരു മഹാഭാഗ്യം സിദ്ധിക്കുന്നത്. രേണുവിന് വേണ്ടി ഞാൻ പറയാം, അതെ, ഞാൻ സിമ്പിൾ ആണ്, ഞാൻ പവർഫുൾ ആണ്. പിന്നെ ഇത്രയും നേരവും എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല എന്നുള്ള കാര്യം വിനയ് ശ്രദ്ധിച്ചു കാണില്ല. എന്റെ ഒരു വിനീതമായ ഒരു സ്വഭാവം കൊണ്ടാണത്. താങ്കൾക്ക് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള അവസരം ഞാൻ തരുന്നില്ല. അല്ല, ഏറ്റവും വലിയൊരു ഭാഗ്യം നിങ്ങൾക്ക് ലഭിച്ചു രേണു. കാര്യം എന്താണെന്നറിയോ, എന്താ വിനയ് സ്റ്റാർ ജാമിലേക്കുള്ള നിങ്ങളുടെ എൻട്രി എന്നോടൊപ്പമാണ്. നമ്മൾ ഒരുമിച്ചാണ്. ഇതിന്റെ അപ്പുറത്തേക്ക് എന്താണ് നിങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടാനുള്ളത്? പിന്നെ എനിക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നതിലും അപ്പുറത്തേക്കാണ് പോയത്. ഇനി എന്ത് വേണം? കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് മനസ്സിലായി കാണും. ഋതുവിലും അപൂർവ രാഗങ്ങളിലും തട്ടിപ്പുകാരൻ, കോഹിനൂറിലും ഉറുമ്പുകൾ ഇറങ്ങാറില്ലായാലും കള്ളൻ. കള്ളത്തരം പറയാത്തവരും ചെയ്യാത്തവരുമായിട്ട് ഈ ലോകത്തിൽ ആരും തന്നെ ഒരിക്കലും. അതുകൊണ്ട് ഇപ്പൊ നമ്മളൊരു കുംഭസാരത്തിലേക്ക് കിടക്കുകയാണ്. അതിനു മുമ്പ് ഞാൻ ഒരു കറക്ഷൻ, ഞാൻ ഒരിക്കലും ഒരു സ്റ്റാർ അല്ല. ഞാൻ ജീവിതത്തിൽ എപ്പോഴും ഒരു നടനായിട്ട് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം അഭിനയിക്കുക എന്നുള്ളതാണ്. ഏറ്റവും ഇഷ്ടപ്പെടുന്ന വിശേഷണം നടൻ തന്നെ ആയിരിക്കും. എനിക്ക് വലിയ വിനീതനായ വിനയെ കൊണ്ട് എനിക്ക് ഒരു രക്ഷയില്ല. ഞാൻ സ്റ്റാർന്ന് വിളിക്കും. വിനയ് പ്ലീസ്, ഞാൻ വിളിച്ചോട്ടെ? വിളിച്ചോളൂ. വിനയ് ഫോർട്ട്, നമ്മൾ കുംഭസാരത്തിന്റെ സമയമാണ്. സാധാരണ എല്ലാരെയും കുറച്ച് കഴിഞ്ഞിട്ടാ ഞാനൊരു ഓത്ത് എടുപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷെ വിനയുടെ കാര്യത്തിൽ ഇത്രയും തട്ടിപ്പ് റോളുകളും കള്ളത്തരങ്ങളും ചെയ്തേക്കുന്നതുകൊണ്ട് ആദ്യം തന്നെ പറയണം, ഞാൻ വിനയ് ഫോർട്ട് രേണുവിന്റെ മുന്നിൽ മൈക്കിനെ സാക്ഷി നിർത്തി പറയുകയാണ്. സത്യം മാത്രമേ പറയുള്ളൂ. സത്യം മാത്രം പറയില്ല. സത്യം മാത്രമേ പറയുള്ളൂ. സത്യം മാത്രമേ പറയുള്ളൂ. അല്ലെങ്കിൽ എന്റെ തല പൊട്ടിത്തെറിച്ചു പോട്ടെ. അത് വേണ്ട. കള്ളത്തരം പറയാൻ വേണ്ടി തന്നെ ഞാനപ്പോ സത്യം പറയുന്നു, ഞാൻ ഉറപ്പ് പറയുന്നില്ലല്ലോ. അങ്ങനെ അപ്പൊ എന്റെ ഓത്ത് പറ്റിപ്പിടിക്കാനാണ്. ഞാൻ ഒരിക്കലും ഇത് ഇവിടെ വരുന്നതിന് മുമ്പ് പറഞ്ഞിട്ടില്ല സത്യം മാത്രമേ പറയുള്ളൂ. അങ്ങനെ അപ്പൊ തീരുമാനിച്ചിട്ടാണിത്. അതെ, അപ്രിയ സത്യങ്ങൾ പറയാതിരിക്കുക എന്നുള്ളത്. അപ്രിയ അല്ലാത്ത സത്യങ്ങൾ പറയാല്ല. ഞാൻ ഒരു 99% നുണ പറയുന്ന ആളാണ്. വെറുതെ അല്ലടോ. 99% സത്യം പറയാൻ ശ്രമിക്കുക. അവിടെയും ഉറപ്പ് തരാൻ കഴിയില്ല, പറ്റില്ല. എങ്കിലും ചോദ്യങ്ങളിൽ നിന്ന് ഞാൻ പിന്മാറാൻ തീരുമാനിച്ചിട്ടില്ല. വിനയ് ഫോർട്ട് 20 ആയ കഥയാണ് എനിക്ക് അറിയേണ്ടത്. ജീവിതത്തിൽ നടത്തിയ ഒരു തട്ടിപ്പ്, ഒരു കള്ളത്തരം, ഏതെങ്കിലും മതി. എനിക്ക് ഓർമ്മയുള്ള ഒരു കാര്യം, ഒരുപാട് കാര്യങ്ങൾ ഇല്ല കേട്ടോ, സീരിയസ്ലി. ഞാൻ ചെയ്ത ഒരു തട്ടിപ്പ് തന്നെയാണ്. ഞങ്ങൾ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അപ്പൊ ഞങ്ങൾക്ക് ഒരു ജിമ്മൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് വിക്കിപീഡിയയിലെ ഫോട്ടോ അവിടെ വെച്ചെടുത്തതാണോ? അല്ലല്ല. അപ്പൊ ആ സമയങ്ങളിൽ നമ്മൾ ചെയ്യുന്നൊരു പരിപാടി, അത് എന്റെ സുഹൃത്തിനെ വിളിച്ച കല്യാണം ഒരുപക്ഷെ ഞാനും കൂടെ പോകും. അങ്ങനെ 1-2 കല്യാണങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. അതാ മറ്റേ ചുമ്മാ വിളിക്കാത്ത കല്യാണത്തിന് കയറി ഭക്ഷണം കഴിക്കുന്ന പരിപാടി. അത് തന്നെ പരിപാടി, മോശം പരിപാടിയാണ്. അല്ല, കുഴപ്പമില്ല. എന്നെ വിളിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് എന്നെ വിളിച്ചിട്ടുണ്ട്. എന്റെ 2 സുഹൃത്തുക്കൾ വരണം. എടോ അവിടം വരെ ഓക്കെ, ബാക്കി കേൾക്കൂ. ഇനിയുണ്ട്. അതെ. അപ്പൊ നമ്മള് പോയി. അച്ഛൻ അവർക്ക് കൊടുക്കാൻ വേണ്ടി ഒരു കവറില് ഒരു 300 രൂപ എന്തോ വെച്ചു. അപ്പൊ എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഇതേപോലെ എടാ അത് 300 രൂപയല്ലേ, അവർക്ക് ഒരുപാട് പൈസ കിട്ടുന്നുണ്ട്, കല്യാണ വീടല്ലേ, അപ്പൊ അതിൽ നിന്നൊരു 100 രൂപ എടുത്തോളാൻ പറഞ്ഞു. ശരി. അപ്പൊ ഞാൻ 100 രൂപ എടുത്തു. ഞാൻ ഒരാഴ്ച കഴിഞ്ഞപ്പോ വീട്ടിലും പറഞ്ഞു. അപ്പൊ ഉള്ളതിൽ മാന്യമായ കള്ളത്തരം പറഞ്ഞതാണ്. അല്ലല്ല, ജീവിതത്തിൽ ഞാൻ ചെയ്തൊരു കള്ളത്തരം ഇതാണ്. ബാക്കി ഇത്തരം കള്ളത്തരങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്നാ. വലുതൊക്കെ ഞാൻ ചെയ്തിട്ടില്ല, ഇങ്ങനത്തെ ചെറുതിനൊന്നും എനിക്ക് സമയം കിട്ടിയില്ല. വേണ്ട, അത്രയും നിർത്താണ്. വിനയ് ഫോർട്ട് 20 ആയത് ഇത്രയേ ഉള്ളൂ. തിങ്ക് ബിഫോർ യു ടോക്ക് എന്നാണ്. പക്ഷെ ക്ലബ് FM-ലെ സ്റ്റാർ ജാമിൽ
രേണു വിനയുടെ അടുത്ത് പറയുകയാണ് ടോക്ക് ആൻഡ് ഫർഗെറ്റ്. ഭയങ്കര എളുപ്പമുള്ള കാര്യമല്ലോ. ഇപ്പൊ എനിക്ക് തോന്നുന്നു ലക്ഷക്കണക്കിന് ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാം. തീർച്ചയായിട്ടും, അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്. അത് നല്ല ഭയങ്കര പ്രാക്ടിക്കൽ ആയിട്ടുള്ള സാധനമാണ്. തീർച്ചയായിട്ടും. ടോക്ക് ആൻഡ് ഫോർഗെറ്റ്. ക്ലബ് എഫ് എമ്മിൽ ഇത് AK-47 സമയം. റെഡി അല്ലേ? പേടിയില്ലല്ലോ? തീയുണ്ടകൾ പാഞ്ഞു പാഞ്ഞു വരും. ഞാൻ സഹിച്ചു വെക്കുവോ? വെട്ടി മാറണം, ചത്തുപോകത്തില്ലേ? എന്റെ ആദ്യത്തെ ചോദ്യം. നാട്ടിലെ ഇലക്ഷന്റെ സമയമാണ്. വിനയ്ക്ക് ഏറ്റവും ചേരുന്നത് എന്താണ്? 1 പഞ്ചായത്ത് പ്രസിഡന്റ്, 2 അമ്മയുടെ പ്രസിഡന്റ്, 3 ഇന്ത്യൻ പ്രസിഡന്റ്. ഞാൻ ഒന്നും ആവില്ലടോ. എന്താ? ഞാൻ കലാ ജീവിതം ആരംഭിച്ചത് ബാലസംഘത്തിലൂടെയാണ്. ഒരു 4ാം ക്ലാസ് മുതലേ പാർട്ടിക്ക് വേണ്ടി, അല്ലെങ്കിൽ എന്താ പറയാ, ബാലസംഘത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നു. അത് ഒരു 10ാം ക്ലാസ് വരെ ചെയ്തു. ഇവൻ കോളേജിലടക്കം ഞാൻ SFI കാൻഡിഡേറ്റ് ഒക്കെ ആയിരുന്നു. നമുക്ക് അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ട്. എനിക്കൊരു ചെയർമാനായിട്ട് നിൽക്കാനുള്ള ഓഫറൊക്കെ ഉണ്ടായിരുന്നു കോളേജിൽ. അപ്പൊ ഞാൻ ആലോചിച്ചു, ഇപ്പൊ അങ്ങനെ ഒരു കസേരയിലൊക്കെ ഇരിക്കണമെങ്കിൽ ഞാൻ എന്റെ എല്ലാ പ്രയോറിറ്റീസും മാറ്റി വെച്ചിട്ട് അതിന് വേണ്ടിയിട്ട് 100% ആത്മാർത്ഥമായി പരിശ്രമിക്കണം. എന്നെ കൊണ്ട് പറ്റത്തില്ല. എന്നെ കൊണ്ട് ഒരിക്കലും പറ്റില്ല. എനിക്കത് അന്നേ മനസ്സിലായി. അതെനിക്ക് മനസ്സിലായി. വലിയ ഉത്തരവാദിത്തങ്ങൾ എടുത്തു വെച്ചിട്ട് എന്റെ ഫോക്കസ് നഷ്ടപ്പെടുത്താൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നു. ഞാൻ സ്വരം നന്നായി ആ നിമിഷത്തിൽ പാട്ട് നിർത്തി അവിടെ നിന്ന് രക്ഷപ്പെട്ടു. എപ്പോഴും ആളുകൾ ഓർക്കുന്നു അവനൊരു മിടുക്കനായിരുന്നു, പക്ഷെ അവൻ വേണ്ടെന്ന് സാക്രിഫൈസ് ചെയ്തവരാണ്. ഞാൻ തൃപ്തനാണ്. 3 പ്രസിഡന്റ് സ്ഥാനങ്ങൾ എനിക്ക് വേണ്ട. ഞാൻ മത്സരിക്കുന്നുമില്ല. എനിക്ക് ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങൾ ഒരുപാട് പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ദൂരം പോകാനുണ്ട്. ഇപ്പൊ ഇത്രയും ഞാൻ സമയം തന്നു, പക്ഷെ അടുത്ത ഞാൻ സമയം തരത്തില്ല. ഒറ്റ വാക്കിൽ ഉത്തരം പറയണം. അൽഫോൻസ് പുത്രൻ, ബ്രില്യൻസ്. സായി പല്ലവി, ബ്യൂട്ടിഫുൾ. നിവിൻ പോളി, അതെന്താ അവിടെ? ആസിഫ് അലി, എ ഫ്രണ്ട്. ചെമ്പൻ വിനോദ്, ബെസ്റ്റ് ഫ്രണ്ട്. സുധീർ കരമന, ഗ്രേറ്റ് ഹ്യൂമൻ ബീയിങ്. വിനയുടെ തലയിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്, മുകളിലിങ്ങനെ ആവി പറക്കണം. സീരിയസ്ലി ഞാൻ പറഞ്ഞതെല്ലാം ഞാൻ മനസ്സിൽ നിന്ന് പറഞ്ഞ കേട്ടോ. ഓക്കെ. ഡ്രിൽ മാസ്റ്റർ, കമ്പാനിയൻ, കോംറേഡ്. എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി. ഫ്രണ്ട്, ഗ്രേറ്റ് ഫ്രണ്ട്, കമ്പാനിയൻ, കോംറേഡ് എല്ലാം ഒരു വാക്കുകളൊക്കെ നമ്മുടെ മനസ്സിൽ സ്റ്റോക്കാണ്. എനിക്ക് ഇത്ര എഴുതാൻ പറ്റുള്ളൂ, ഞാൻ കുറെ കൂടെ ചോദിച്ചത്. അപ്പൊ താങ്കൾ കഷ്ടപ്പെട്ടു പോയേനെ. ഫ്രണ്ടിന്റെ പല പര്യായപദങ്ങൾ ആണ്. ഞാൻ ഈ പറഞ്ഞതെല്ലാം ഉണ്ടല്ലോ നമ്മളുടെ ഹൃദയത്തിനോട് ഏറ്റവും അടുത്ത ആളുകളെ കുറിച്ചാണ്. വിട്ട് തന്നിരിക്കുന്നു. ഇനി ഞാൻ പറയുന്നതിൽ വിനയ്ക്ക് ഏറ്റവും ചേരുന്ന കാര്യം പറയണം കേട്ടോ. യു ആർ എ ഗുഡ് ആക്ടർ, you are a good husband, you are a good friend. I'm a good actor. I'm a good husband. എനിക്ക് തോന്നുന്നു നമ്മൾ എപ്പോഴും ആലോചിക്കുന്നതും എപ്പോഴും ചിന്തിക്കുന്നതും ഈ ആക്ടിങ്ങിനെ കുറിച്ചാണല്ലോ. ഞാനൊരു ഗുഡ് ഹസ്ബൻഡ് ആണോ എന്നൊക്കെ എനിക്ക് സംശയമുണ്ട്. കാര്യം പുള്ളിക്കാരെ കേൾക്കണ്ടെന്നറിയാലോ. ചോദിച്ചതായിട്ട് ഇത് കഴിഞ്ഞിട്ട് ഇവിടെ സ്ഥലമൊന്നുമില്ല, വീട്ടിലോട്ട് തന്നെ തിരിച്ചു പോകേണ്ടതാണ്.